പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വീഡിയോയിലൂടെ ഞാൻ ആദ്യം എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ പ്രതിപക്ഷം യൂട്യൂബിന് വേണ്ടി ചെയ്ത ഏതാണ്ടൊരു ആയിരത്തിലധികം വീഡിയോകളിൽ ഒരു വീഡിയോയിൽ പോലും ഞാൻ എന്നെക്കുറിച്ച് ഇത്ര വിശദമായി പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പറയണം എന്നെനിക്ക് തോന്നിയിട്ടുമില്ല. അങ്ങനെ പറയേണ്ട അവസരങ്ങളിൽ പോലും പരമാവധി കുറച്ച് എന്നെക്കുറിച്ച് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാന ഭാഗമെത്തുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. സുഹൃത്തുക്കളെ, ഞാനെന്ന പൊതുപ്രവർത്തകൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 2000-ൻ്റെ തുടക്കം മുതൽ തന്നെ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. പൊതുപ്രവർത്തനം വെച്ചാൽ പൂർണ്ണമായി പൊതുപ്രവർത്തനത്തിലല്ലായിരുന്നെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിൽ പോലും 2000-ൻ്റെ തുടക്കം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ട് എന്ന് പറയാം. അതിൽ ആദ്യത്തെ 2000-ൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 5 വർഷക്കാലം പൂർണ്ണമായും പൊതുപ്രവർത്തന രംഗത്തായിരുന്നില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2001-2006 ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഇതിഹാസ പുരുഷനായിരുന്ന സഖ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനു മുമ്പ് 1996-2001 കാലഘട്ടത്തിൽ ഞാൻ സർക്കാർ സർവീസിലിരുന്ന് ഇരിക്കവേ സീഡിറ്റിൽ ജോലി ഇരിക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ 1996-2001 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ പൊതുധനകാര്യ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞ മേഖലയിലെ അതിപ്രഗത്ഭനായിരുന്ന സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള പ്രൊഫസർ IS ഗുലാട്ടിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു 1996-2001. 2001-2006 കാലഘട്ടത്തിലാണ് ഞാൻ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തത്. അതിനുശേഷം 2019 വരെ സീഡിറ്റിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും പൊതുക്കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെട്ടിരുന്നു. അതുകൊണ്ട് പൂർണ്ണസമയ പൊതുപ്രവർത്തകനായിരുന്നു അക്കാലത്ത് നിന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും സജീവമായി പൊതുരംഗത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായിട്ടുണ്ടായിരുന്നു. 2019 അവിടുന്ന് റിട്ടയർ ചെയ്തു. 2022 അഭിഭാഷകനായി എൻറോൾ ചെയ്തു. 2023 ഡിസംബറിൽ സേവ് കേരള ഫോറം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വേദിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ 2 ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കോടതികളിൽ പോകുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അതിന് സമാന്തരമായി തന്നെ ഈ വേദിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലും പ്രവർത്തിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ എന്നെക്കുറിച്ചിട്ട് കുറച്ചുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ കുടുംബ പാരമ്പര്യം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പലർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാൽ പോലും KB മുഹമ്മദ് അലി എൽ തങ്കമ്മ ദമ്പതികളുടെ മൂത്ത മകനാണ് ഞാൻ. എൽ തങ്കമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മയെയും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ആ അമ്മയുടെ അമ്മ ലക്ഷ്മിയമ്മയുടെ ചേട്ടൻ CG സദാശിവനാണ് എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. 1987 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അന്ന് അരൂരിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അന്ന് MLA ആയിരുന്നു 1987. ദീർഘകാലം CPIയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. അവർ രണ്ടുപേരും CPI ആയിരുന്നു. ആലപ്പുഴ ജില്ലാ കൗൺസിലിലെ പ്രസിഡൻ്റായിരുന്നു ഭൈമി സദാശിവൻ. അവർ രണ്ടുപേരും അന്തരിച്ചു. CG സദാശിവൻ വയലാർ പുന്നപ്ര സമരത്തിൽ പോലും പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം 1957 MLA ആവുന്നത്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് വളരെ ആവേശകരമായിട്ടുള്ള വയലാർ പുന്നപ്ര സമരമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊന്നും സമയപരിമിതി കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് CG സദാശിവനിൽ നിന്നാണ്. അടുത്ത 2ാം തലമുറ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ KB മുഹമ്മദ് അലി, ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലെ അക്കാലത്തെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്ന ബാപ്പുക്കുഞ്ഞിൻ്റെ മകൻ ആയിരുന്നു എൻ്റെ അച്ഛനായിട്ടുള്ള KB മുഹമ്മദ് അലി. വലിയ ഈ പറഞ്ഞ പോലെ ചുരുട്ട് കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അന്ന് ആ വലിയ പണമുള്ള കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇറങ്ങി വന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ KB മുഹമ്മദ് അലി. PK വാസുദേവൻ നായർക്ക് 24 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു എൻ്റെ അച്ഛൻ.
അപ്പോൾ അതാണ് രണ്ടാമത്തെ തലമുറ. എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലെ രണ്ടാമത്തെ തലമുറയാണ്. മൂന്നാമത്തെ തലമുറ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ഈസ് നോട്ട് സിനോണിമസ് വിത്ത് CPM എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞത്. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, എന്നാൽ ഈ ജീർണിച്ച CPM അല്ല. അങ്ങനെ എൻ്റെ കുടുംബത്തിലെ മൂന്നാം തലമുറ കമ്മ്യൂണിസ്റ്റുകാരനാണ് KM ഷാജഹാൻ എന്ന നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാനും അടിമുടി എൻ്റെ രക്തത്തിൽ ഉള്ളത് മുഴുവൻ രാഷ്ട്രീയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് CPMലായിരുന്നു ഞാൻ പ്രവർത്തിച്ചിരുന്നത് 2006 വരെ. ആ CPMൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ പിതാവിനോട് മരണം വരെ ഞാൻ സംസാരിച്ച 90% കാര്യങ്ങൾ രാഷ്ട്രീയമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. ഞാൻ CPMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1990-2001 ഞാൻ അഡീഷണൽ ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയതും 2001-2006 ഞാൻ അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയതും. എന്നാൽ 2006 എന്നെ പുറത്താക്കി. അതിനുശേഷം കഴിഞ്ഞ 16-17 വർഷക്കാലവും ഈ പറഞ്ഞതുപോലെ പൊതുരംഗത്ത് ജോലി ചെയ്യുമ്പോൾ തന്നെ പൊതുവിഷയങ്ങളിൽ നിരന്തരമായി സജീവമായി സക്രിയമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ആണ് ഞാൻ. ഇപ്പോൾ ഒരു അഭിഭാഷകൻ. സുഹൃത്തുക്കളെ, എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് പൊതുമണ്ഡലത്തിൽ ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിലപാടുകൾ എടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് എൻ്റേത്. കാരണം ഒരു കാലത്തും ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു ഫുൾ ടൈമർ ആയിരുന്നില്ല. ദീർഘകാലം AKG സെൻറ്ററിലെ ഒരു ബ്രാഞ്ചിൽ അംഗമായിരുന്നു ഞാൻ. അത് സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലുള്ളൊരു ബ്രാഞ്ചിലായിരുന്നു, അതിൽ അംഗമായിരുന്നു 2006 വരെ. പക്ഷേ എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് CPMൻ്റെയും അതുപോലെ തന്നെ CPMൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റിൻ്റെയും ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ വളരെ ഷാർപ്പായി പ്രതികരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഷാർപ്പായി പ്രതികരിക്കുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വളരെ വലുതാണെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ മാന്യമായ രീതിയിൽ, പക്ഷേ ഷാർപ്പാണെങ്കിലും വളരെ മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ മാത്രമേ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ വിമർശിക്കാറുള്ളൂ. ആരെയും അപകീർത്തിപ്പെടുത്തുകയോ പരിഹസിക്കുകയോ, ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ടാണ് ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കുന്നതെങ്കിലും ആ പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുകയോ അപഹസിക്കുകയോ ഒന്നും ചെയ്യുന്ന നിലയിലുള്ള ഭാഷ ഞാൻ ഉപയോഗിക്കാറില്ല. അത് എന്നെക്കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഭാഷയിൽ അതിശക്തമായ രീതിയിൽ വളരെ ഷാർപ്പായി ഞാൻ എതിർക്കുന്നവരെ എതിർക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശൈലിയാണ്, എൻ്റെ ഒരു ശീലമാണ്. അതൊരു പക്ഷേ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം. എൻ്റെ അമ്മയുടെ സഹോദരൻ M. സുഗതൻ വളരെ വലിയൊരു വാഗ്മിയായിരുന്നു. എനിക്കൊന്ന് ആ പാരമ്പര്യം എനിക്ക് കിട്ടിയതായിരിക്കാമെന്ന് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ശക്തമായിട്ടുള്ള ഈ ഒരു പ്രതികരണം ഞാൻ എതിർക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ അസ്വസ്ഥതകളും ആശങ്കകളും ഒക്കെ ഉണ്ടാക്കുക സ്വാഭാവികം. ഞാനാണെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അനീതികൾക്കെതിരായും സത്യത്തിന് വേണ്ടിയും അതിശക്തമായി നിരന്തരം ദൈനംദിനം പോരാടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്നപ്പോഴും ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ ആ ഒരു സംവിധാനത്തിനെതിരെ അതിശക്തമായി VSൻ്റെ കൂടെ നിന്ന് പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ VS അച്യുതാനന്ദൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിരുന്നു. അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്നപ്പോൾ ഞാൻ VS അച്യുതാനന്ദന് വേണ്ടി പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത വിഷയം ലാവ്ലിൻ കേസായിരുന്നു. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് മുകളിൽ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ എപ്പോഴും തൂങ്ങി നിന്നൊരു സംഭവമായിരുന്നു ലാവ്ലിൻ കേസ്. അതിൽ VS അച്യുതാനന്ദന് വേണ്ടി എല്ലാ പ്രവർത്തനവും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിരുന്നു ഞാൻ. 2006 എന്നെ പുറത്താക്കി. 2006 ഞാൻ പുറത്താക്കി സീഡിലേക്ക് പോയി. പക്ഷേ അപ്പോഴൊക്കെ തന്നെ എൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കെതിരെയും പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എൻ്റെ ആക്രമണങ്ങൾ ഞാൻ തുടർന്നു. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. 2017 ഒരു കാരണവുമില്ലാതെ എന്നെ പിണറായി വിജയൻ 6 ദിവസക്കാലത്തേക്ക് ജയിലിലാക്കി. എന്നെ എന്തിനാണ് ജയിലിലാക്കിയതെന്ന് പിണറായി വിജയൻ ഇപ്പോൾ പോലും ചോദിച്ചാൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനകത്ത് ആ കേസിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചതായിട്ടോ ഒന്നും എനിക്ക് യാതൊരു വിവരവുമില്ല. എന്തായാലും 8 ദിവസം എന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലിട്ടു. അപ്പോൾ അതൊക്കെ തന്നെ പിണറായി വിജയൻ എനിക്കെതിരായിട്ടുള്ള പക കൊണ്ടും എൻ്റെ അമ്മ പറയാറുള്ളത് പോലെ തന്നെ പിണറായി വിജയൻ്റെ വൈരനിര്യാതന ബുദ്ധി കൊണ്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു എല്ലാ കാലത്തും ഞാൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിണറായി വിജയൻ എന്നെ ജയിലിലിട്ടതൊക്കെ തന്നെ ഇതിൻ്റെ ഈ പകയുടെ ഒരു ഭാഗമായിട്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങൾ എന്നെക്കുറിച്ച് സൂചിപ്പിച്ചത്, എൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് സൂചിപ്പിച്ചത്, അതിനൊക്കെ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവനെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില ശ്രമങ്ങൾ, അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെയൊക്കെ ഭാഗമായി നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിവരം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ്. അതങ്ങനെ ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ അതിന് വലിയ അത്ഭുതമുണ്ട് എന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ശ്രമം ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതായി ഞാൻ അറിയുന്നു എന്ന് പറയുമ്പം, അങ്ങനെ ഒരു ശ്രമം ഇതിനു മുമ്പും നടന്നിട്ടുള്ള വിവരം എൻ്റെ പ്രേക്ഷകരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് 2011-2016 കാലഘട്ടത്തിൽ UDF സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴായിരുന്നു. എനിക്ക് 2013-14 മറ്റോ ആണെന്ന് തോന്നുന്നു. അന്ന് ശ്രീമതി KK രമയാണ് എന്നോട് പറഞ്ഞ ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, ഷാജഹാൻ സാബേ, ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഞാൻ ആദ്യം അതിനകത്ത് പരിഹസിച്ച് തള്ളിയെങ്കിലും പിന്നീട് അവരെന്നോട് പറഞ്ഞു അതല്ല, അങ്ങനെ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീമൻ രമേശ് ചെന്നിത്തലയായിരുന്നു UDF സർക്കാരിൻ്റെ കാലത്ത്. എനിക്ക് 2014-2015 എൻ്റെ ഓർമ്മ. എന്നോട് ശ്രീമതി KK രമ പറഞ്ഞത് CPMൻ്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലാണ് ഇങ്ങനെ എന്നെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഹനമൊന്നുമില്ലാതെ റോഡിൽ കൂടെ നടന്നുകൊണ്ട് എന്നെ ടിപ്പറടിച്ച് കൊല്ലാം എന്നൊക്കെയുള്ള നിലയിലുള്ളൊരു ചർച്ച വന്നു. അപ്പോൾ അത് ആ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് രമയ്ക്ക് ആ വിവരം ചോർന്ന് കിട്ടിയത്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഇത് കാണണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഞാൻ രമേശ് ചെന്നിത്തലയെ കണ്ടു, കാര്യം പറഞ്ഞു. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാനതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു SP യെ കൊണ്ട് അന്വേഷിപ്പിച്ചു. SP എൻ്റെ മൊഴിയെടുത്തു. ആ മൊഴിയെടുത്തതിനെ തുടർന്ന് അത് ഗൗരവമുള്ളതാണ് എന്ന് കണ്ടതിനെ തുടർന്ന് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം എനിക്കൊരു സുരക്ഷയ്ക്കായി എൻ്റെ കൂടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നിരുന്നു. പേര് ഞാൻ പറയുന്നില്ല. അന്ന് ഞാൻ LLBക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. ഞാൻ ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വന്നിരിക്കും. എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് കാറുണ്ടായിരുന്നു. ആ കാറിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കൊണ്ടുവന്ന് വീട്ടിൽ വിടും. അങ്ങനെ ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം, എനിക്കൊന്ന് 2015-ലാണ് എൻ്റെ ഓർമ്മ, ഒരു വർഷക്കാലത്തോളം ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറയുക പോലും ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടു. പാവം, എനിക്ക് ഊഹിക്കാവുന്നതുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു ഭയപ്പാട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനു മുമ്പൊരു ശ്രമം അന്ന് നടന്നിരുന്നു. അത് UDF സർക്കാരിൻ്റെ കാലത്തായിരുന്നു. അന്ന് എനിക്കൊരു ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും എനിക്ക് തന്നിരുന്നു. അതാണ് ഇതിനു മുമ്പ് ഉണ്ടായ ഒരു സംഭവം. അതിനുശേഷം ഒരു തവണ ഇതുപോലെ ഒരു ശ്രമമുണ്ട് എന്ന് പറയുകയും, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. അതോ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കകാലത്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു വിവരം വീണ്ടും ഒരു വധഭീഷണിയുമായി ബന്ധപ്പെട്ടൊരു വിവരം കിട്ടി. ഞാനന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ DGPക്കും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും ഞാൻ അത് സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചൊന്നും ഒരനക്കവും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല, എൻ്റെ മൊഴിയെടുത്തില്ല, ഒന്നും അനങ്ങിയില്ല. കാരണം പിണറായിയുടെ ആണല്ലോ പോലീസ്. ഇപ്പോൾ ഇതാ വീണ്ടും എനിക്കെതിരായിട്ടൊരു വധഭീഷണി എന്നുള്ള നിലയിലുള്ള ഒരു വിവരം എനിക്ക് ആധികാരികമായി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പ്രേക്ഷകരോടും പൊതുമണ്ഡലത്തോടും തുറന്നു പറയാൻ ഞാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു കലികാലത്ത് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണല്ലോ ഇന്നത്തെ ഒരു അവസ്ഥ. കാരണം ഇതിനെല്ലാം പ്രോത്സാഹനം ചെയ്യുന്ന, ഇതിനെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായി ഇവിടെ ഇരിക്കുകയാണ്. തൻ്റെ സ്വന്തം പാർട്ടിക്കാർ എതിരാളികളുടെ തല തല്ലി പൊളിക്കുമ്പോഴും കൈയൊടിക്കുമ്പോഴും കാലൊടിക്കുമ്പോഴും ഒക്കെ തന്നെ അതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് അതെല്ലാം രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. തന്നെ സംരക്ഷിക്കാൻ 50,000 പോലീസ് ഉണ്ടെങ്കിലും തൻ്റെ സംരക്ഷണം മുഴുവൻ DYFIക്കാർക്ക് വിട്ടുകൊടുത്ത് DYFIയും ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും അതിനെല്ലാം ന്യായീകരിക്കുന്ന, എന്ത് അധമ പ്രവർത്തനങ്ങൾ കാണിച്ചാലും, എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാണിച്ചാലും അതിനെല്ലാത്തിലും ന്യായീകരിച്ച് അതിനെല്ലാം അനുവദിച്ചു കൊടുത്ത് അത് ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇരിക്കുമ്പോൾ ആർക്കെതിരെയും എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡൻറ്റും ഇരിക്കുന്ന യോഗത്തിലേക്ക് പോലും
ഈ പറഞ്ഞ പോലെ ജലപീരങ്കിയും പിന്നെ ടിയർ ഗ്യാസും അടിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ളപ്പോൾ ആർക്കെതിരെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു ശ്രമം നടന്നാൽ പോലും അതിൽ എനിക്ക് തെല്ലും അത്ഭുതം തോന്നില്ല. പക്ഷേ എനിക്കതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ പോലീസിനോടാണ്. പോലീസ് തൻ്റെ സ്വന്തം പോലീസാണെന്നാണ് CPM-കാരും പിണറായി വിജയനൊക്കെ കണക്കാക്കുന്നെങ്കിലും പോലീസിന് ഭരണഘടനാപരമായിട്ടുള്ള ചില ബാധ്യതകളുണ്ടല്ലോ. ആ പോലീസുകാരോടാണ് ആദ്യം എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പിന്നെ പോലീസിന് ഇതിനു മുമ്പ് പരാതി കൊടുത്തിരുന്നു. DGPക്ക് പരാതി കൊടുത്തിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തിരുന്നു. അതിനൊന്നും എനിക്കൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നുള്ളത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കൂടെ പ്രതി ചേർത്ത് നിയമ നടപടികളിലേക്ക് ഞാൻ പോകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്കിലൂടെ എനിക്കെതിരെ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നിരന്തരമായി നടക്കുന്നുണ്ട്. ഞാനതിനൊന്നും ഒരു പുല്ലുവില കൊടുക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഉപ്പിട്ട് കുഴിച്ചു മൂടും എന്ന് ഈ പിണറായി വിജയൻ്റെ ശിഷ്യന്മാർ, എന്നുവെച്ചാൽ പിണറായി വിജയൻ്റെ വത്സല വിനീത ശിഷ്യന്മാർ, പിണറായി വിജയൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്ലൂ ഐഡ് ബോയ്സ്, അവരന്ന് അങ്ങനെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരിക്കൽ എൻ്റെ കഴുത്തിൽ ഒരു ചുമന്ന മാലയിട്ടിട്ട് ആദരാഞ്ജലികൾ എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വന്നൊരു ക്യാമ്പയിൻ നടന്നിരുന്നു. പിന്നെ പിണറായി വിജയൻ്റെ വത്സല ശിഷ്യന്മാർ, പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പച്ചത്തെറി മാത്രമായി സ്ഥിരമായി പറയാറുണ്ട്. അത് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ആ പിണറായി വിജയനുള്ളപ്പോൾ അങ്ങനെ പറയുന്നതിൽ അത്ഭുതവുമില്ല. നിൻ്റെ വായിൽ പന്നിപ്പടക്ക് ഇട്ട് പൊട്ടിക്കും എന്നൊക്കെയാണ് പിണറായി വിജയൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയനുള്ളപ്പോൾ ഇതിലപ്പുറം നടക്കും, അതിൽ എനിക്ക് അത്ഭുതമില്ല. അതിനുശേഷം എന്നെ ജയിലിലാക്കിയ സമയത്ത് 2 പരീക്ഷ എഴുതാനായിട്ട് ഞാൻ LLB ലോ കോളേജിലേക്ക് പോയപ്പോൾ എൻ്റെ കൂടെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടന്നു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം ഞാൻ നടക്കുന്നതാണ് എൻ്റെ ഫേസ്ബുക്കിൻ്റെ സ്റ്റാറ്റസ്. അത് ഇട്ടിട്ട് പോസ്കോ കോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് ഷാജഹാൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ ആളുകൾ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അരുമ ശിഷ്യന്മാർ, വത്സല ശിഷ്യന്മാർ, വിശ്വസ്ത വിനീത വിധേയർ, അവർ പോസ്റ്റ് ഇട്ടിരുന്നു. അത് കാണിച്ചുകൊണ്ട് ഞാൻ ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ശ്രീകാര്യത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു ചെറുപ്പക്കാരനിപ്പുണ്ടായി, അയാൾക്ക് കൊണ്ടുവന്നൊരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുത്ത് 1.5 മാസം കഴിഞ്ഞിട്ടും ആ സർക്കിൾ ഇൻസ്പെക്ടർ വിറയ്ക്കുമല്ലോ, നമുക്കറിയാമല്ലോ. എന്നെ വിളിച്ച് മൊഴിയെടുക്കാനോ FIR ഇടാനോ ഒന്നും തയ്യാറായിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ഇടവേളയിൽ എനിക്ക് ആ സർക്കിൾ ഇൻസ്പെക്ടറിനോട് പറയാനുള്ളത്, നിങ്ങളതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ അടുത്ത എൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ പ്രതി ചേർത്ത് കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പേരെനിക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. എന്തായാലും ശ്രീകാര്യത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആ കേസിൽ പ്രതിയാകാൻ പോവുകയാണ്. കാരണം ഞാൻ ഇങ്ങനെ ഇത്ര ഗൗരവമായിട്ടുള്ളൊരു വിഷയത്തിൽ അത് ചെയ്ത പിണറായി വിജയൻ്റെ ശിഷ്യന്മാരുടെ പേരുൾപ്പെടെ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. എൻ്റെ മൊഴി ഇതുവരെ എടുത്തിട്ടില്ല, FIR വിട്ടിട്ടില്ല. അതുകൊണ്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ കേസിൽ പ്രതിയാകാൻ പോവുകയാണ്. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരായിട്ട് ഇങ്ങനൊരു ശ്രമം നടക്കാനിടയുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ നോക്കിയാൽ കേരളത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഈ ഗവൺമെൻറ്റിനെതിരായി അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അസ്വസ്ഥതകളുണ്ടാക്കുന്ന, അലോസരങ്ങളുണ്ടാക്കുന്ന നിലപാടെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാനെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കവുമില്ല. അതിപ്പോൾ ഈ ആർഷോ എന്ന് പറഞ്ഞിട്ടുള്ള അയാൾക്കെതിരെ, അയാളുടെ കൂടെയുള്ള എല്ലാം ക്രിമിനലുകളാണല്ലോ ഈ പിള്ളേർ, നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അയാൾക്കെതിരെ ആയാലും പിണറായി വിജയനെതിരെ ആയാലും ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ നിലപാട്, അതുപോലുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഞാൻ CPM-നെതിരെ മാത്രമല്ല UDF-നെതിരെ എടുക്കുന്നുണ്ട്, BJP-ക്കെതിരെ ഒക്കെ എടുക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള നിലപാടാണ് എടുത്തുകൊണ്ട്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലോസരം ഉണ്ടാക്കുന്ന നിലപാടുകളാണ് ഞാൻ എടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് എനിക്കറിയാം, അലോസരങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കറിയാം. പിണറായി വിജയനാണെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എന്നുള്ള കാര്യവും എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ശ്രമം എനിക്കെതിരെ നടന്നാലും അതിൽ അത്ഭുതമില്ല. ഇനി അത് കൂടുതൽ നടക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു പുതിയ വേദിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, സേവ് കേരള ഫോറം എന്ന് പറഞ്ഞു. ആ വേദി ഇങ്ങനെ രൂപീകരിച്ച് 2 മാസം ആയുള്ളെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വേദിയുടെ ഭാഗമായി ഞാൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ കോടതിയിൽ പോകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരം നീക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് പ്രതിരോധിക്കാനുള്ള വഴികൾ ഒരു പൗരന്നുള്ള നിലയിൽ ഞാനും നോക്കും. അതിപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പ്രേക്ഷകരോട് പരസ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്ക് 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇയാളോടും ഇയാളുടെ ഈ പറഞ്ഞ പോലെ വത്സല ശിഷ്യരായിട്ടുള്ള ശക്തിധരൻ പറഞ്ഞ പോലെ ഈ കാളികൂളി സംഘങ്ങളോടും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളോടും ഈ കേരളത്തിലെ പോലീസിനോടും എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നിതാണ്,
അത് നെഞ്ചു വിരിച്ചു ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒന്നുകൂടെ പറയാൻ പോകുന്നത്. അതായത് അത് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ആപ്തവാക്യമാണ്. ആ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ: ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ, എന്നാൽ ഭീരു അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ആപ്തവാക്യം. ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ, എന്നാൽ ഭീരു അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ആപ്തവാക്യം. അതുകൊണ്ട് ഭയപ്പെട്ട് പിന്മാറും KM ഷാജഹാൻ എന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മൂഢസ്വർഗത്തിലായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് സധൈര്യം ഞാൻ ഈ ശരി വിളിച്ചു പറയുന്ന ഈ പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾ ചെയ്യും, നിങ്ങളെ പ്രതിരോധിക്കാൻ ഉള്ള പണികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു വിഷയത്തിലും ഒരു മില്ലിമീറ്റർ, ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ട്, ഒരു മില്ലിമീറ്റർ പോലും KM ഷാജഹാൻ എന്ന് പറഞ്ഞ ഈ പൊതുപ്രവർത്തകൻ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്തും ചെയ്യുന്നവനാണെന്നറിയാം. നിങ്ങളെല്ലാ വൃത്തികേടുകൾക്കും അധമ പ്രവർത്തനങ്ങൾക്കും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളാണെന്നറിയാം. നിങ്ങളുടെ പിഷ്ടം താങ്ങുന്ന പോലീസാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാജഹാൻ എന്ന് പറഞ്ഞ് ഞാൻ ആണയിട്ട് പറയുന്നത് ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ എന്നുള്ളത്. അതിൻ്റെ പ്രേക്ഷകരോടും പൊതുമണ്ഡലത്തോടും ഞാൻ അറിയിക്കും. അതുകൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള വഴി ഞാൻ നോക്കും. എനിക്ക് ജീവിക്കാനുള്ള വഴി ഞാൻ നോക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് മരണത്തെ ഭയമുണ്ടായതുകൊണ്ടാണെന്ന് വിശ്വസിക്കേണ്ട. എനിക്ക് മരണഭയമില്ല എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് വേറൊരാളെ കൊല്ലാനൊന്നുമുള്ള ഭരണഘടന അത് അനുവദിച്ചിട്ടില്ലല്ലോ. പിണറായി വിജയൻ ആരെങ്കിലും കൊല്ലാനുള്ള അവകാശം പിണറായി വിജയന് തറവാട്ട് സ്വത്തായിട്ടൊന്നും ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പൊതുമണ്ഡലത്തോട് സൂചിപ്പിക്കാനുള്ളത്, എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ ഒന്നാം പ്രതി, ഫസ്റ്റ് അക്യൂസ്ഡ് എന്ന് അഭിഭാഷകനായി ഞാൻ പറയും, അത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. പിണറായി വിജയൻ വിൽ ബി ദി ഫസ്റ്റ് അക്യൂസ്ഡ് if something untoward happens to KM ഷാജഹാൻ, the public activist in Kerala. ഇംഗ്ലീഷിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇയാളായിരിക്കും. ആര്? ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് പോലീസായിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തോളൂ. DGP മുതൽ താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തോളൂ. അവിടെ ശ്രീകാര്യത്തെ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഓർത്തോണം. എൻ്റെ സുരക്ഷ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വമായിരിക്കും. പിണറായി വിജയന് വേണ്ടി വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി അറിവിലേക്ക് ഞാൻ പറയുകയാണ്. പിണറായി വിജയൻ, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേരളത്തിലെ പോലീസ്, ഇവർക്ക് 3 പേർക്കുമായിരിക്കും എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്നുകൂടി എൻ്റെ ആപ്തവാക്യം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ, എന്നാൽ ഭീരു അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കും. ഷാജഹാൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ 1000 തവണ ആണയിട്ട് പറയുന്നു. ഷാജഹാൻ്റെ പ്രവർത്തനത്തിൽ നിന്നും വിലയിരുത്താം, ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഒരു ധൈര്യശാലിയായിരിക്കും. അതുകൊണ്ട് KM ഷാജഹാൻ എന്ന് പറഞ്ഞ ധൈര്യശാലിക്ക് ഒരു മരണമേ ഉള്ളൂ. അതാണ് എൻ്റെ ആപ്തവാക്യം. അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം സധൈര്യം ഏതു നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരാണെങ്കിലും അവർക്കെതിരെ സത്യം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും.